പ്രണയം പഴയ പോലെ സിമ്പിൾ അല്ല ഇന്ന്. പല രീതിയിലാണ് പുതിയ കാലത്തെ പ്രണയം. പല തരത്തിലും പ്രണയം ഇന്ന് ആഘോഷിക്കപ്പെടുന്നു. പ്രണയ ബന്ധങ്ങളെയും പ്രണയ തകർച്ചയെയും സൂചിപ്പിക്കാൻ ഇന്ന് പലതരം വാക്കുകളുമുണ്ട്. സിറ്റുവേഷൻഷിപ്പ്, സ്പീഡ് ഡേറ്റിംഗ്, ബ്ലൈൻഡ് ഡേറ്റിംഗ്, ഗോസ്റ്റിംഗ്, ടേക്ക് എഫേഴ്സ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഇപ്പോഴിതാ ഈ കൂട്ടത്തിൽ പുതിയൊരു വാക്ക് കൂടി എത്തിയിട്ടുണ്ട്: ബാങ്സിംഗ്. ശരിയായ ആശയവിനിമയം നടത്താതെ ഒരു പങ്കാളി വൈകാരികമായി പിന്മാറുന്ന ഡേറ്റിംഗ് പ്രവണതയെ സൂചിപ്പിക്കുന്ന പദമാണ് ബാങ്സിംഗ്. വഴക്കോ പിണക്കമോ ഇല്ലാതെ തന്നെ പങ്കാളികൾക്കിടയിൽ അകൽച്ച വർദ്ധിപ്പിക്കുന്ന പ്രവണതയാണിത്. പങ്കാളിയുമായി ബന്ധം പിരിയുന്നില്ല, എന്നാൽ അടുപ്പമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണിത്. തങ്ങൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റേയാൾക്ക് മനസ്സിലാകാത്ത അവസ്ഥ. ഇംഗ്ലണ്ടുകാരനായ തെരുവ് കലാകാരൻ ബാങ്സിംഗിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിച്ചത്. തന്റെ വർക്കുകൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചതിനു ശേഷം ഒന്നും മിണ്ടാതെ അപ്രത്യക്ഷമാക്കുന്നതാണ് ഈ കലാകാരന്റെ രീതി. പരസ്പരം സംസാരിച്ച് വ്യക്തത വരുത്താതെ തന്നെ മാനസികമായി വേർപിരിയുന്ന രീതിയായതിനാലാണ് പുതിയ ഡേറ്റിംഗ് രീതിക്കും ഈ പേര് നൽകപ്പെട്ടത്. ഒരു വ്യക്തിക്ക് ഒരു ബന്ധം അവസാനിപ്പിക്കണമെന്ന തോന്നലുണ്ടാകുമ്പോൾ നേരിട്ടുള്ള ആശയവിനിമയം മറ്റേ വ്യക്തിയിൽ നിന്ന് തൽക്ഷണമുള്ള സംഘർഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും നാടകീയതയ്ക്കും കാരണമാകുമെന്ന് അറിയാവുന്നതിനാലാണ് ഒന്നും മിണ്ടാതെ തന്നെ പതിയെ പതിയെ അകലുന്ന രീതിയെയാണ് ഡേറ്റിംഗ് കോച്ചുകൾ വ്യക്തമാക്കുന്നത്. നിഷ്ക്രിയ ആക്രമണാത്മക പെരുമാറ്റത്തിന്റെയോ വൈകാരിക കൃത്രിമത്വത്തിന്റെയോ രീതിയായി ഇവയെ കാണണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.